സ്നേഹമാണ്, യഥാർത്ഥമായ ദൈവം സ്നേഹമാണ്. അതാണ് മനുഷ്യവർഗത്തിന്റെ പാപത്തെ സ്നേഹിച്ച് പാപത്തെ കണ്ട് മനം മടുത്ത ദൈവം സ്വന്തം പുത്രനെ ഭൂലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അവന്റെ സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി തീർന്ന്, അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി തീർന്നവരുള്ള എല്ലാവരും തന്നെ ആരും വിശുദ്ധരായിരുന്നില്ല, ആരും അതുപോലെ തന്നെ വലിയ പ്രാർത്ഥനക്കാരോ അല്ലെ ഇങ്ങനെ ഒരു നന്മയും ചെയ്തവരായിരുന്നില്ല. ഒരുപാട് പാപത്തിന്റെ പടുകുഴി കടന്നവരായിരുന്നു അവരൊക്കെയും. എന്നാൽ അവരൊക്കെയും പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരാക്കി മാറ്റി. ഈ കാലഘട്ടത്തിലും യേശു പറയുന്ന വാക്യം ഇതാണ്: പ്രിയമുള്ളവരെ, പാപത്തെ വെറുക്കുകയും ഭാവിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഏക ദൈവം ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. കാരണം മനുഷ്യന്റെ പാപമാണെന്നും അതിന്റെ തിക്തഫലം എന്താണെന്നും അതിന്റെ അനന്തരഫലം മനുഷ്യൻ എന്തായി നരകത്തിന്റെ അവസ്ഥ എന്താണെന്നും അവൻ അറിഞ്ഞതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ് ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയല്ല എന്ന് പറയാൻ കാരണം, നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൈകാലിലേക്കും കാലുകളിലേക്കും ആണി അടിച്ചിറങ്ങി അവസാനം ഒരു കുഴി കുത്തി ആ കുരിശ് അവർ ചുമന്നു പണിഞ്ഞ് കരണ്ടിന്റെ പോസ്റ്റൊക്കെ ഇടും പോലെ ആ കുഴിയിലേക്ക് ഇട്ട സമയത്ത് ആ കുരിശിൽ കടന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് ഇന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിച്ച ഏത് വ്യക്തിയാണ് ഈ ലോകത്തിലുള്ളത്? തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, എന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, എന്നെ മരിച്ച് തന്നെ ചത്തിട്ട് അവന് ചത്തു കഴിഞ്ഞിട്ട് അവനെ രണ്ടാമത് അവന് കുഴിയിലിട്ടെടുത്ത് പോയി അവൻ കല്ലെടുത്തെറിഞ്ഞു കൊന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് എന്നാൽ വിശുദ്ധ ലിഖിത പ്രകാരം നമ്മൾ ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്ന ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വീണ്ടും വിശുദ്ധ ലിഖിത ഇങ്ങനെ ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുന്നെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദോഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവര് പാട്ടുകാരൻ പറയുന്നു, നാവിനാൽ പോരാവറും വാക്കുകളാലോമല്ല സ്നേഹിക്കൂ പ്രവൃത്തിയിൽ പൂർണ്ണമായി സത്യത്തിലും. നാവിനാൽ പോരാവറും വാക്കുകളാലോമല്ല സ്നേഹിക്കൂ പ്രവൃത്തിയിൽ പൂർണ്ണമായി സത്യത്തിലും. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പള്ളിയില് വിൻസെന്റ് പോൾ എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ രൂപതാതല പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക സഹായവും വിവിധങ്ങളായ സഹായം പല മനുഷ്യർക്കും ചെയ്യാറുണ്ട്. അതിൽ ജാതിയോ വർണ്ണമോ വർഗമോ നോക്കാറില്ല. കാരണം മനുഷ്യനാണ് എന്നുള്ള ബോധ്യത്തിലാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു ഹൃദയത്തിൽ തട്ടിയൊരു വിഷയം, ഞങ്ങൾ ഒരിക്കൽ ഒരു വീട്ടില് ക്രിസ്ത്യൻസ് അല്ലാത്തൊരു കുടുംബത്തിലേക്കാണ് ഞങ്ങള് അരി സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോകുമ്പോൾ 1 കിലോ കോഴിയിറച്ചിയും കൂടെ വാങ്ങി കൈ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അരി, പച്ചക്കറി, സാധനം, എണ്ണ, ചായപ്പൊടി എല്ലാം കൂടെ വാങ്ങി എന്നിട്ട് ഒരു വീട്ടിലേക്ക് കയറി പാവപ്പെട്ട